അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മത്തിൻ്റെ 10, അള്ളാഹുവിൻ്റെ കരുണയുടെ 10 നമ്മോട് യാത്ര പറയുകയാണ്. ഈ പകൽ അവസാനിക്കുമ്പോൾ ഇന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം പരിശുദ്ധമായ കാരുണ്യത്തിൻ്റെ 10, റഹ്മത്തിൻ്റെ 10 നമ്മോട് യാത്ര പറയുകയാണ്. ഈ 10 റഹ്മത്ത് നാം നേടിയെടുത്തോ എന്ന ഒരു വിചിന്തനം, ഒരു ആത്മപരിശോധന, അത് അനിവാര്യമായ ഒരു ഘട്ടമാണിത്. അള്ളാഹു നമുക്ക് അവൻ്റെ റഹ്മത്ത് കരസ്ഥമാക്കിയവരിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് 10ാമത്തെ പകലിലാണ് നാം ഉള്ളത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഇബാദത്ത്, നമുക്ക് നാം പിടിക്കുന്ന നോമ്പ് ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കുള്ള നോമ്പിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കാൻ, എന്നാൽ അവരുടെ നോമ്പിൻ്റെ പ്രതിഫലം ഒട്ടും അള്ളാഹു കുറയ്ക്കാതെ തത്തുല്യമായ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കുന്നതിനാവശ്യമായ ഒരു ഇബാദത്ത്, അത് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് പാല് കൊണ്ട് ആരെങ്കിലും ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അവന് നോമ്പുകാരൻ്റെ പ്രതിഫലം കൂടി ലഭിക്കുമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹാബാക്കളിൽ ചില ആളുകൾ എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ, പാല് ഞങ്ങൾക്ക് അന്യമാണ്, അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ പ്രതിഫലം കിട്ടുക? അവരോട് പറഞ്ഞു, എന്നാൽ ഈത്തപ്പഴം കൊണ്ടെങ്കിലും നിങ്ങൾ നോമ്പ് തുറപ്പിക്കുക. കാരയ്ക്ക സുലഭമായി ലഭിക്കുന്ന അറേബ്യയിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൽപ്പന കേട്ട് അതുപോലും ഞങ്ങൾക്കില്ല നബിയെ എന്ന് പറഞ്ഞ ഒരു വിഭാഗം സ്വഹാബത്തുണ്ടായി. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം അത് നിങ്ങൾക്ക് കൊടുത്ത് നോമ്പ് തുറപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെയെങ്കിലും ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് അവരുടെ നോമ്പിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടി അല്ലാഹു തആല ഓഹരി ചെയ്തു തരും എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. പൊതുവായി പള്ളികളിൽ നോമ്പ് തുറക്കുന്ന ആളുകൾ നമ്മൾ കരുതി വച്ചിരിക്കുന്ന കാരയ്ക്കയിൽ നിന്ന് ഒരു കാരയ്ക്ക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, ഒരു കവിൾ വെള്ളം, അത് നമ്മൾ അടുത്തിരിക്കുന്ന ആളിന് കൂടി ഒന്ന് കൊടുത്താൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ ആ നോമ്പിൻ്റെ പ്രതിഫലം കൂടി അള്ളാഹു നമുക്ക് തരുന്ന മനോഹരമായ അള്ളാഹുവിൻ്റെ നീതി, അത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയണം. അതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നമുക്കറിയാം, ഓരോ പ്രവാചകന്മാരെയും വിളിക്കുന്നതിന് ഓരോരുത്തർക്കും ഓരോ സ്ഥാനപ്പേര് അള്ളാഹു കൊടുക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖലീൽ എന്ന പേര് ഇബ്രാഹിം നബിക്ക് സ്വന്തമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം എന്നാണ് ഇബ്രാഹിം നബി വിളിക്കപ്പെടുന്നതും സ്മരിക്കപ്പെടുന്നതും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങയെ ഖലീലാക്കിയത്? അദ്ദേഹത്തിൻ്റെ മറുപടി 3 കാരണങ്ങൾ കൊണ്ടാണ്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ബൃഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്ന ഈ സംഭവം നമ്മൾ വളരെ അടിവരയിട്ടുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, 3 കാരണങ്ങൾ കൊണ്ടാണ് അള്ളാഹു എന്നെ ഖലീലാക്കിയത്. 1, റബ്ബിൻ്റെ സംതൃപ്തി, എൻ്റെ പടച്ചവൻ്റെ പൊരുത്തം, എൻ്റെ റബ്ബിൻ്റെ കൽപ്പന. മറ്റെന്തിനേക്കാളും ഞാൻ അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരാൾ അയാൾക്ക് സംതൃപ്തി ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ഞാൻ ചെയ്യുന്ന കാര്യം ഹക്കാണ്, എൻ്റെ റബ്ബിന് പൊരുത്തമുള്ളതാണ് എങ്കിൽ മുഖം നോക്കാതെ, പരിസരം നോക്കാതെ, സാഹചര്യം നോക്കാതെ ഞാൻ എൻ്റെ റബ്ബിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി അത് ചെയ്യാറുണ്ട്. മറ്റുള്ളവരുടെ പൊരുത്തവും തൃപ്തിയുമൊന്നും ഞാൻ ഒരിക്കലും ഒരു വിഷയമാക്കുന്നില്ല. എൻ്റെ റബ്ബിൻ്റെ പൊരുത്തമാണ്, എൻ്റെ പടച്ചവൻ്റെ സംതൃപ്തിയാണ് എനിക്ക് വേണ്ടത്. ആ ഒരു അവസ്ഥ എനിക്കുണ്ട്. 2ാമത്തെ കാരണം, ഞാൻ എൻ്റെ വിഷയത്തിൽ ഒരിക്കൽ പോലും ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല, എനിക്കൊരിക്കലും വേവലാതി ഞാൻ കാണിച്ചിട്ടില്ല, എൻ്റെ വിഷയത്തിൽ ഒരു ഹമ്മ്, മനപ്രയാസം എനിക്കുണ്ടായിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ലോകത്ത് എന്ത് നേടിയെടുത്താലും നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നവരല്ല, എല്ലാം ഉപേക്ഷിച്ചു പോകണം. അതുപോലെ
എന്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊന്നും നമ്മൾ കൊണ്ടുവന്നവരുമല്ല, ഇതൊക്കെ വന്നതിന് ശേഷം നമുക്ക് കയ്യിൽ കിട്ടിയതാണ്. നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളിത് കൊണ്ടുവന്നിട്ടില്ല എന്നും നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളിത് കൊണ്ടുപോകുന്നില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് ദുനിയാവുമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതിക താല്പര്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ഹൃദയബന്ധത്തെ ഒന്ന് കുറയ്ക്കാൻ കഴിയും. നമുക്ക് ടെൻഷൻ കുറയും, മനക്ലേശം കുറയും, മനപ്രയാസം കുറയും. അത് ഇബ്രാഹിം നബിയിൽ അന്തർലീനമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നാം മനസ്സിലാക്കാനുള്ളത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാചകമാണ്. നിങ്ങൾക്ക് റബ്ബ് വിധിച്ചത് നിങ്ങളുടെ മുന്നിൽ ഇല്ല, അത് 2 പർവ്വതങ്ങളുടെ ഇടയിലാണെങ്കിൽ പോലും അള്ളാഹു നിങ്ങൾക്കത് കൊണ്ടുതരും. ഇനി നിങ്ങൾക്ക് വിധിക്കാത്തത് നിങ്ങളുടെ 2 ചുണ്ടുകളുടെ ഇടയിലാണെങ്കിൽ പോലും നിങ്ങൾക്കത് ലഭിക്കില്ല, അത് നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇവിടെ ഇബ്രാഹിം നബിയുടെ ഖലീൽ എന്ന നാമകരണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 2ാമത്തെ കാര്യം മനപ്രയാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി 3ാമതൊരു കാരണം കൂടി മഹാനവറുകൾ പറഞ്ഞു. ഞാൻ പ്രഭാതമായാലും പ്രദോഷമായാലും ഞാൻ അതിഥികളോടൊപ്പമല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല. എൻ്റെ വീട്ടിലെ ചെമ്പ് പാത്രത്തിനടിയിലെ തീ കെട്ടുപോയിട്ടില്ല. എപ്പോഴും എൻ്റെ വീടിൻ്റെ മുൻവാതിൽ അടയ്ക്കപ്പെട്ടിട്ടില്ല, തുറന്നു തന്നെയാണ് കിടക്കുക. അതിഥികളില്ലാത്ത ഒരു ഭക്ഷണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്. പരിശുദ്ധ റമളാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിഥിയായി അവർക്ക് ഭക്ഷണം കൊടുക്കലോ, അതല്ലെങ്കിൽ അവരിയ്ക്കുന്ന പള്ളിയിലായിരുന്നാലും ഏതെങ്കിലും മജ്ലിസുകളാണെങ്കിലും അവിടെ നമ്മൾ നമ്മുടെ ഒരു നോമ്പ് തുറക്കുള്ള സഹായം എത്തിച്ചു കൊടുത്താൽ അതിന് വലിയ പ്രതിഫലമാണ് അള്ളാഹു തരുന്നത്. സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങൾ കൂടുതലും മനസ്സിലാക്കുവാനും അമല് ചെയ്യുവാനും ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പാത പിൻപറ്റി ജീവിക്കുവാനും സർവശക്തനായ നാഥൻ തമ്പുരാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.